എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആൻറ്റിയമ്മ ഇന്നോച്ച എല്ലാം അടുത്ത കാശ്മീർ ട്രിപ്പ് പോവുക. 66 ലോഡ് കയറ്റി തമിഴ്നാട്ടിൽ കിടക്കുക. ഇന്ന് ഇവർ ഈ വണ്ടിയല്ല തമിഴ്നാട്ടിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വാല് പിടിപ്പിച്ച് ഇതുവരെ ആരും കണ്ടില്ലായിരുന്നു. ഞാനും കണ്ടിട്ടില്ല, ഇവരാരും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മയും കുഞ്ഞിക്കിളിയും കുഞ്ഞിക്കണ്ണനും സൂര്യ എല്ലാവരും വന്നിട്ടുണ്ട്, ദാമിക്കുട്ടി ഉൾപ്പെടെ. പുത്ത ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് പുറകോട്ടെടുത്ത് ആ ട്രെയിലറുമായിട്ട് കണക്ട് ചെയ്യാം. അതാണ് ആദ്യത്തെ നടപടി. കുഞ്ഞിക്കണ പോയി സൈഡ് പറയടാ. അപ്പോൾ ഇതേ കൊണ്ടുവന്ന് ഇതേ ഈ പിന്നെ ഇവിടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതുണ്ട്, ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ഇങ്ങനെ വന്ന് ആ പിന്നിൻ്റെ അങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് പിന്നെ കയറി ലോക്കാവും. ആ ലോക്കാവും. നോക്ക് കോ ഡ്രൈവർ നോക്കി പഠിച്ചോ ഇതൊക്കെ. ഇച്ചിരി മാറുന്നു, ഇച്ചിരി പൊറോട്ട എടുക്കുന്നുണ്ട്. ആ ഓക്കെ, ഇപ്പോഴാണ് ലോക്കായത്. കറക്റ്റ് ആയിരുന്നല്ലേ? കറക്റ്റാണ്. സൂര്യ പറഞ്ഞ പോലെ ഒട്ടിച്ചു വെച്ചല്ലോ. ആ ഇതല്ലേ, അതെ അവിടെ കുറച്ച് പശ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഒട്ടിച്ച്. വയർ കണക്ട് ചെയ്യണം അവിടെ. എയറിൻ്റെ സപ്ലൈയും ഇലക്ട്രിക് ലൈനും എല്ലാം ഇതാ. അത് ഇതിലേക്ക് ഒരെണ്ണം അവിടെ ഒന്ന് ഇത് എവിടെയും കണക്ട് ചെയ്യണം, പിന്നെ ഇലക്ട്രിക് ലൈനും കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി അതൊരെണ്ണം കണക്റ്റായി. ഇനിയിപ്പം ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ട്, അതെടുത്ത് കണക്ട് ചെയ്യണം. ഇതൊക്കെ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കാം, പിന്നെ പറയാം. ഇപ്പം അത് ഇലക്ട്രിക് ലൈനാണ്. ബാക്കിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളുമൊക്കെ അതിനൊക്കെയുള്ള കറണ്ട് പോകുന്ന ലൈൻ, അത് എയറിൻ്റെ ലൈൻ. ഈ വണ്ടിയുടെ പാപ്പാനായത്. ഇനി ഇതിൻ്റെ ജാക്കി അത് പൊക്കണം. അപ്പോൾ ഇത് ഊരുന്ന സമയത്ത് അതിലാണ് ഈ ട്രെയിലർ നിൽക്കുന്നത്. അപ്പോൾ അത് ഇനി ഉണ്ടാവും, കാല് പൊങ്ങി വരുന്നുണ്ടോ, അത് മൊത്തം പൊക്കി വെച്ചങ്ങ് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അതെ, കൈക്ക് നല്ല എക്സസൈസ് ആണല്ലോ. അതെ, എല്ലാരും വാലൊക്കെ പിടിപ്പിച്ചാൽ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് അച്ഛമ്മ, വണ്ടി ഇഷ്ടപ്പെട്ടോ? ആ ഇത് ഇച്ചിരി നീളം കൂടുതലുണ്ട്, അതനുസരിച്ച് ഇച്ചിരിയോടെ ലോഡും കയറും. കുഞ്ഞിക്കിളി പറഞ്ഞേ എന്നെ ലോക്ക് ചെയ്യുന്ന ഒരു പിടിയുണ്ടല്ലോ, അത് കുഞ്ഞിക്കിളി ചോദിച്ചാൽ അത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് ലോക്ക് ചെയ്യാനുള്ളതാന്ന് പറഞ്ഞു. അവിടെ കുഞ്ഞിക്കിളി പറയാം, ഞാൻ ഓർത്ത് അത് ടയർമാർക്ക് എക്സർസൈസ് ചെയ്യാനുള്ളതാണ്. കൊള്ളാം, പോവാം നമുക്ക്. എന്നാ ഞങ്ങള് കാശ്മീരൊക്കെ പോയി കറങ്ങിട്ട് വരാം കേട്ടോ. രാമൻകുട്ടി ടാറ്റ. ഇത് ഇങ്ങോട്ട് നോക്കിയേ, ടാറ്റായും ഉമ്മയൊക്കെ തന്നെ ഇല്ലേ? എന്നാ ഞാൻ ചേച്ചോട് മേടിച്ചോളാം. ചേട്ടാച്ചനും തരും എനിക്ക്. എന്നാ തരാന്ന് കണ്ടോ? ആ ചേട്ടാച്ചൻ വേടാ. ഇത് കണ്ടോ, ഇത് ടാറ്റ. എന്നാ പിന്നെ നമുക്കങ്ങ് പോയേക്കാം. എടുത്തോ. ഇവിടെ ഈ ഇറങ്ങുന്ന റോഡ് ഭയങ്കര വീതി കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി അങ്ങ് ചേർന്നെടുത്താലേ പോരുള്ളൂ. പറ്റേ ഇങ്ങോട്ട് നേരെ ആക്കി കേട്ടോ. ആ അങ്ങനെ പറ്റേ വന്നു വരട്ടെ. ഞാൻ പിടിച്ചോ, റൈറ്റിലേക്ക് പിടിച്ചോ. വരട്ടെ അവിടെ ഒരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റും ഉണ്ട്. നേരെ ആക്കിയോ, അത്ര ഓടിക്കണ്ട, നേരെ ആക്കിയോ. അപ്പോൾ അതെ, കുറച്ച് നേരത്തെ തന്നെ കുഞ്ഞിക്കിളി നമ്മുടെ കൂടെ കയറി പോന്നു. കാശ്മീരിൽ വിട്ടാലോ കുഞ്ഞിക്കിളി? ക്ലാസ് പോയി. പഠിക്കണം. അങ്ങനെ പഠിക്കണമെന്നുള്ള പിള്ളേർ കണ്ടോ? അതെ, നല്ല ശുഷ്കാന്തി. അതെ, ഇപ്പോഴേ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ അപ്പം അത്ര വലിയ പാടുമില്ലല്ലോ, ഇത്ര നീളമാണ്. പിന്നെ വളവ് തിരിയുന്നിടത്തും പിന്നെ തിരിക്കുന്നിടമൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കണം. തിരിച്ചിച്ചിരി നല്ലപോലെ തന്നെ തിരിക്കാൻ പഠിക്കാനുണ്ട്. കഴിഞ്ഞ് നമ്മൾ പിന്നെ സമയമുള്ളപ്പോൾ എപ്പോഴേലും നോക്കാം. പിന്നെ നേരെ ഓടിച്ചോണ്ട് പോകാൻ വലിയ പാടൊന്നുമില്ല. അത് ശരിയാ.
പിന്നെ ഈ 2 സെക്ഷനായിട്ട് ഗിയറിടുന്നതിന്റെ ഒരു ഇതേ ആ അത് ഇതിന് 9+1 10 ഗിയറാ മൊത്തം. വൈകുന്നേരത്തെ ബാംഗ്ലൂർ ബസ്സിന് പോകാന്ന് ഓർത്തിരുന്ന. അന്നേരം ഈ വണ്ടിക്ക് നാളെ അവിടെ നിന്ന് ലോഡുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ എന്നാ ഇതെല്ലാം അങ്ങ് പോകാൻ തീരുമാനിച്ചു. ഈ സിഗ്നലേ നമ്മുടെ വണ്ടി കടന്നു പോകുമ്പോഴത്തേനും ഓഫായി പോകും. അത്രയും സമയമേ ഉള്ളൂ. നമ്മുടെ വെട്ടിയോ ട്രെയിലറാ ഊരി പോകുന്നുണ്ടോന്നല്ലേ കുഞ്ഞിക്കിളി നോക്കിയപ്പോഴേ ചെറിയൊരു സാധനത്തല്ല ഇത് കണക്ട് ചെയ്തേക്കുന്നല്ലേ. അതാ കുഞ്ഞിക്കിളി പറഞ്ഞേ. അതുമല്ല അതങ്ങനൊന്നും പോകല്ലോ കുഞ്ഞിക്കിളി. സ്ട്രോങ്ങാ. ഇത്രയും ലോഡ് വലിച്ചോണ്ട് പോകുന്നല്ലേ, അങ്ങനൊന്നും പോകത്തില്ല. ബാക്കി നോക്കണം കേട്ടോ, ലെഫ്റ്റ് ചേർന്നിട്ട് വേണം ഫുള്ള് ഓടിക്കാൻ. പാലിങ്ങനെ നീണ്ടു കിടക്കുമല്ലേ. വലിയൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ വണ്ടി എടുക്കുന്ന പോലെയൊക്കെ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഇച്ചിരി വലത് ചേർന്നിട്ട് വേണം ലെഫ്റ്റിലേക്ക് വരാൻ. നിങ്ങൾ പോയിരുന്നുണ്ടോ ഞങ്ങളിവിടെ? ഇല്ലേ? എന്നാ ഇവിടെ ഇറക്കിയേക്കാം. ഇതിനെ നമ്മുടെ വണ്ടിയുടെ ഇച്ചിരി ഗിയറൊക്കെ ഇച്ചിരി കട്ടിയാ. ഇത് ഇച്ചിരി കട്ടിയാ. മറ്റേ സുഖം 7 ഗിയറല്ലേ ഉള്ളൂ. ഇത് 2 സെക്ഷനൊക്കെ ആയോണ്ടേ ഗിയർ മാറി മാറി നമ്മുടെ പണി തീരും. അതും പ്രത്യേകിച്ച് കേരളത്തിൽ കൂടെ ഓടുമ്പോ. ഹൈവേയിലാണ് ഇത്രയും പ്രശ്നമില്ല. ഇങ്ങനെ ഒരു യാത്ര പ്രതീക്ഷിച്ചേ ഇല്ലെന്നോ. കൊണ്ട് അങ്ങോട്ട് പോകുന്നു. അതെ ഒരു ഉച്ചയായപ്പോഴാ രാജേഷ് പറഞ്ഞു. ഞാനും ഇത് ഓർത്തില്ല, ഈ വണ്ടിക്ക് അവിടെ നിന്ന് ഒരു ലോഡ് ഉണ്ട്, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇതേ പോയാൽ പോരാന്ന് ചോദിച്ചു. അന്നേരം ഞാനും ഓർത്തേ. അതെ ട്രെയിലർ ഓടിച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, തുടങ്ങിയല്ലേ ഉള്ളു, എന്നാലും പ്രശ്നമില്ല. ഞാൻ ഉദ്ദേശിച്ച ഇത്രയും പാടൊന്നുമില്ല. ഇല്ല, സിമ്പിളാ. ഞാൻ അവിടെ ഒക്കെ തിരിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലേ. ഇനിയിപ്പോ തിരിക്കാനും ഇതിനെ റിവേഴ്സ് എടുക്കാനും ഒക്കെ ഒന്ന് പഠിച്ചാൽ മതി. അതൊരു ഇച്ചിരി ഒരു ഇതാകണം, പ്രാക്ടീസ് വേണം. അത് പിന്നെ ആകാശ് പ്രോ ഞെട്ടിപ്പോവല്ലോ നമ്മൾ ചെല്ലുമ്പോ. അറിഞ്ഞിട്ടില്ല നമ്മളെ ഇതെല്ലാം ചെല്ലുന്നെന്ന്. ഞാൻ പറഞ്ഞ വെളുപ്പിന് ബസ്സിനും വരുമെന്നാ പറഞ്ഞേ. എന്നാ ഏതായാലും ബസ് നോക്കി നിൽക്കുള്ളൂ, ബസ്സേ പ്രതീക്ഷിക്കുള്ളൂ നമ്മൾ ചെല്ലുമെന്ന് പറയുമ്പോ. നമ്മളിച്ചിരി നേരത്തെ പോകേണ്ടതായിരുന്നു. പകല് പോകായിരുന്ന നല്ല. പകല് പോയാൽ ഭയങ്കര തിരക്കല്ലേ, അത് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല. വൈകുന്നേരം എന്തെങ്കിലും തിരക്കില്ലാതെ അങ്ങ് പോവാം. അതും ഒരു കണക്കിന് ശരിയാ, നമ്മൾ രാത്രി പോകുന്ന നല്ലത്, തിരക്കില്ലാതെ അങ്ങ് പോവാല്ലോ. അല്ലെങ്കിൽ കേരളം ഓടി പാലക്കാട് ചെല്ലുമ്പോഴത്തേനും തന്നെ ഒരു സമയമാവും. ഇതാകുമ്പോ സുഖമായിട്ട് വണ്ടി ഓടിച്ചോ. 7 മണിയോ 7:30 ഉള്ളൂ. 7:30. നല്ല ചാട്ടം വന്നു. ഇനി കുലുക്കമുണ്ട്. ഇതേ കാലിയും കൂടെ അല്ലേ, കാലി ആയതുകൊണ്ട് തന്നെയല്ലേ. ഇതെന്നാ ഇത് ഈ പ്രൈമൂറിന് 6 വീല് 6 വീലല്ലേ ഉള്ളേ. ഇതിന്റെ 10 വീലുള്ളതാണെങ്കിൽ ഇത്രയും കുലുക്കം ഇല്ല. ഇത് 6 വീലുള്ളതിന് ഇച്ചിരി കുലുക്കം കൂടുതല. ലോഡ് കയറിയാലും കുലുക്കമുണ്ട്. എനിക്കാണേലേ രാവിലെ എണീറ്റപ്പോ ഒന്നും ഒരു കുഴപ്പമില്ല. എന്തൊരു 10-11 മണി ആയപ്പോ തൊട്ട് അങ്ങ് തുമ്മല് തുടങ്ങി. തുമ്മലും കണ്ണെല്ലാം ഇതുണ്ട്, കണ്ണെല്ലാം ഇരിക്കുന്നുണ്ട്, അലർജി പോലെ. ഭയങ്കര ചുമയും. അലർജി പോലല്ല, അലർജിയാ. കണ്ണി മരുന്നൊക്കെ ഞാൻ ഒഴിച്ചു, പക്ഷെ ഒരു രക്ഷയില്ല, ചൊറിഞ്ഞിട്ട് വയ്യ കണ്ണങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ, ഞാനും ആകാശം കൂടെ പൊക്കോളാം, റെസ്റ്റ് എടുത്തോളാം പറഞ്ഞല്ലേ. ഇത്തവണ നിങ്ങൾ വേറെ എങ്ങോട്ടേലും പോയിരുന്നെങ്കിൽ ഞാൻ വീട്ടിലിരുന്നേനെ. പക്ഷെ കാശ്മീരിനായതുകൊണ്ട് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കുഴപ്പമില്ല, ചെറിയ ജലദോഷമല്ലേ ഉള്ളൂ. ജലദോഷമുള്ളൂ, അത് ഇന്നത്തേനേ ഉള്ളൂ. നാളെ ആകുമ്പത്തേനും മാറാം. എന്ന് വെച്ചാൽ ഇന്ന് അത് ഞാൻ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചവിടെ കൊണ്ടേ ഗുളിക കഴിച്ചിട്ടാ ഇച്ചിരി കുറഞ്ഞത്, തുമ്മലം കുറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓടിക്കാൻ എന്നിട്ട് റെസ്റ്റ് എടുത്തു. ഇവിടെ അപ്പുറത്തോട്ട് എന്നിട്ട് നിർത്താം. കണ്ണങ്ങ് ഭയങ്കരമായിട്ടിരുന്നു ചൊറിയുക. കുഞ്ഞിക്കിളി പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിയുണ്ടോന്ന് നോക്കണോ? അതെ, പുറയിലുണ്ടോന്ന് നോക്കണം. കുഞ്ഞിക്കിളിയും മൊത്തം പൊന്നും എല്ലാം ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇത്ര മണ വരാത്തത്, നമ്മുടെ ഇവിടെ ഒരുങ്ങാത്തത്. അല്ലെങ്കിലേ കാശ്മീരിനായതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഇച്ചിരി അരക്കോളുണ്ടായിരുന്നു പോലെ. അമ്മയ്ക്കും. അതെ. ഇപ്പൊ നമ്മള് സേലത്തിനാ പോകുന്നത്. നമ്മുടെ വണ്ടി സേലത്താണ് ലോഡ് കയറ്റി നിർത്തിയേക്കുന്നത്. അപ്പം ഈ വണ്ടിക്കും സേലത്ത് നിന്ന് നാളെ ലോഡുണ്ട്, അതുകൊണ്ടാണ് ഈ വണ്ടിയെ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കാലടി, അങ്കമാലി, ചാലക്കുടി, പാലക്കാട്, വാളയാറ്, കോയമ്പത്തൂർ, അങ്ങനെയാണ് സേലത്തേക്ക് പോകുന്നത്. ആകാശ് പ്രോ കഴിഞ്ഞ ദിവസം ലോഡ് കയറ്റാനൊക്കെ പോയിട്ട് ലോഡൊക്കെ കയറ്റി നിർത്തിയേക്കോ. ഇന്ന് നമ്മൾ ചെല്ലേണ്ട ഒരു താമസമേ ഉള്ളൂ. ഞാനേ വളവ് തിരിഞ്ഞ് പോർക്കാണേ, ഇതിന്റെ പുറകിൽ എന്താ ട്രാൻസ്പോർട്ട് ബസ് ആണോ? നീളത്തിൽ നമ്മുടെ വാല് തന്നെയായിരുന്നു. അയ്യോ, എന്നും ആ വണ്ടിയും കൊണ്ടല്ലേ നടക്കുന്നത്. അതുകൊണ്ട് ഇതുവഴി പോകുമ്പോഴേ ഞാനൊന്ന് നല്ലപോലെ ചവിട്ടിയാൽ മതി. ക്യാമറാമാനൊക്കെ അങ്ങ് പോകും കേട്ടോ. നോക്കിയതേ പിടിച്ചിരുന്നോട്ടോ.
ക്യാമറമാനൊക്കെ അന്തരീക്ഷത്തിൽ നിന്നാ വീഡിയോ എടുക്കുന്നത്, അതറിയോ? അത് അവിടെ ചവിട്ടുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ അറിയാം ചവിട്ടുമോ ഇല്ലയോ എങ്ങനെ പോകുന്നു. ഞാൻ അതനുസരിച്ച് ബാലൻസ് ചെയ്താ നിൽക്കുന്നത്. ഈ വഴി പിന്നെ നല്ല വളവാ. ആ മൊത്തം വളം തരുവോ മൂവാറ്റുപുഴ വരെ. ഞാനല്ലേ ഉദ്ദേശിച്ചത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇന്നലെ മൊത്തം എടുത്തോണ്ട് പോയി തിരിക്കാൻ തിരിക്കാനൊക്കെ ഒന്ന് പഠിച്ചു. മൊത്തം നല്ലപോലെ ഓടിച്ചെന്ന് എന്നോട് രാജേഷ് പ്രോ പറഞ്ഞേ. അവിടെ കൊണ്ട് തിരിച്ച് ആ വണ്ടി കിടന്നെടുത്ത് മൊത്തം റിവേഴ്സ് കയറ്റിയിട്ടെന്നൊക്കെയാ പറഞ്ഞേ. തടി വണ്ടി വരുന്നുണ്ട്. പോട്ടെ ഇങ്ങോട്ട് ശാലം ചേർത്തു, കുഴപ്പമില്ല. ഞാൻ ഓർത്തത് റബ്ബർ തടിയാണ്. റബ്ബർ തടിയല്ല, വാഴത്തടിയാ. ഇതെല്ലാം ഈ പ്ലൈവുഡ് കമ്പനിയിലേക്ക് പോന്ന പെരുമ്പാവൂരിന്. ഒരു ഇടിവാളൊക്കെ മിന്നുന്നുണ്ടല്ലോ ഇടയ്ക്ക്. ഒന്നും പകല് മൂടലായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ ഓടിക്കുക. അവിടെ നിർത്ത്, ഞാൻ റെസ്റ്റ് എടുത്തോ. വാലിങ്ങ് പോന്നോ? വാലൊക്കെ പോന്നു. അപ്പൊ ഇനി കുറച്ച് നേരത്തെ തന്നെ ഡ്യൂട്ടി മാറി കേട്ടോ. ക്യാമറമാനും ഇതങ്ങനെ അധികം ഓടിച്ചിട്ടില്ലല്ലോ. ഞാനത് ഓടിച്ചില്ല. ഈയിടെ കുറച്ച് ഒരു ദിവസം ഓടിച്ചേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ആവും, അത്രേ ഉള്ളൂ. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. അതെ. ഇതും പാഴുതടിയാന്ന് തോന്നല്ലേ? ഇതും അതേ തോന്നുന്നു. അതെ, ഇപ്പൊ റബ്ബറൊക്കെ കുറവല്ലേ. റബ്ബർ ആരും വെക്കുന്നില്ലല്ലോ, കുറവാ. ആകാശപുറ ചെന്നപ്പോഴേക്കാലും വണ്ടി അന്ന് തന്നെ ലോഡ് കയറ്റി കിട്ടി. അതെ, നമ്മളാണെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 ദിവസം കൊണ്ടായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പോകാതിരുന്നു. കാര്യം ആ പാർട്ടി പറഞ്ഞായിരുന്നു 100% നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക് വണ്ടി വന്നോ ഉച്ച കഴിയുമ്പോഴത്തേക്കും ലോഡ് കയറ്റി തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാലും മിക്കവാറും ചെല്ലുന്നിടത്തൊക്കെ ചെന്ന് കിടക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടുത്തെ ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് ചെന്നാൽ മതിയല്ലോ. ചെന്നൈ അന്ന് തന്നെ ലോഡ് കയറ്റി കിട്ടി. നമ്മള് പോകാഞ്ഞോണ്ടേ നമുക്ക് ട്രെയിലറേൽ അങ്ങ് പോകാൻ പറ്റിയില്ലേ? ഇത് ഓടിക്കാനും പറ്റി. അത് ഓടിക്കാൻ പറ്റിയല്ലോ. ഈ പ്രാവശ്യം നമ്മളെ പിന്നെ കാലിവണ്ടിയല്ലേ ഇപ്പൊ ഓടിക്കുന്നത്. ഇനിയിപ്പോ പ്രാവശ്യം ലോഡുമായിട്ട് ഓടിച്ചോ. ലോഡ് കയറ്റി ഒരു പ്രാവശ്യം ഓടിക്കാം. ചിലപ്പോ നമ്മള് തിരിച്ചു വരുമ്പോ എപ്പോഴേലും വഴി വെച്ചൊക്കെ വണ്ടി കാണാം. കഴിഞ്ഞ പ്രാവശ്യേ ഈ വണ്ടി ലോഡ് കയറ്റി നമ്മുടെ മുന്നലുണ്ടായിരുന്നു. പിന്നെ നമ്മളത് വരുമ്പോഴത്തേക്ക് ഒരു 2 ദിവസം വഴിയിൽ ഇത് നിർത്തിയിടേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ പൊക്കോളാൻ പറഞ്ഞ. അല്ലാതെ നമുക്ക് ആ ട്രിപ്പ് ഓടിച്ചു നോക്കായിരുന്നു. അത് ലോഡുമായിട്ട് ഓടിക്കായിരുന്നു. ഞാനല്ലേ ഇവിടെ ഞാൻ എല്ലാം കഴിക്കണ്ടേ? കഴിക്കണം. സമയനായി 8:30. നല്ല കട നോക്കി നിർത്തിക്കും. ഇത് പാഴ്ത്തടിയൊന്നുമില്ല. ഇതുകൊണ്ട് ഇത് നല്ല ഒന്നാം തരം റബ്ബർ തടിയാ പോകുന്നത്. അത് റബ്ബർ തടിയാ. നമ്മുടെ മറ്റേ വണ്ടിയല്ലിരുന്ന് കാലി ഓടുമ്പം വീഡിയോ എടുക്കുന്നതിലും പാടാ ഇതല്ലിരുന്നു. ഇച്ചിരി പാടാ വീഡിയോ എടുക്കണേ. കുലുക്കം കൂടുതലുണ്ട്. ഫുഡ് കഴിക്കണല്ലേ, ഈ വണ്ടി ഒന്ന് ഒതുക്കാനുള്ള സ്ഥലം കിട്ടണ്ടേ. വണ്ടി ഒതുക്കാനുള്ള സ്ഥലവും കടയും അടുത്ത് വേണം. വാഷ്റൂമുള്ള കടയും കൂടെ നോക്കണേ. എല്ലാം കൂടെ മിക്കവാറും ഒരുമിച്ച് ഒത്തുകിട്ടും. ഇപ്പം ഏകദേശം ഫുഡ് കഴിക്കാനൊരു കടയിൽ വന്ന് കയറി, ഒരു തട്ടുകടയില്ല. ഞാൻ ഓർത്ത മിക്കവാറും വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഓട്ടോ വിളിച്ച് പോകേണ്ടി വരുമെന്ന് ഓർത്ത്. ശകലം നടന്നല്ലേ ഉള്ളൂ, വണ്ടി മുന്നിൽ ഒതുക്കിയിട്ട് കുറച്ച് നടന്നു. ഇവിടെ ദോശയുണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ കപ്പ ബിരിയാണി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. നമ്മൾ ഓരോ ദോശ പറഞ്ഞു. ഓരോ ദോശയല്ല, 2 ദോശ. ദോശ എങ്ങനെയുണ്ട്? ദോശ കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്, വലിയ പുളിയൊന്നുമില്ല. അതിൻ്റെ കൂടെ ഒരു കപ്പ ബിരിയാണിയും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇങ്ങ് പോന്നു. സിഗ്നൽ ചാലു. സിഗ്നൽ കിട്ടാൻ നോക്കി നിൽക്കായിരുന്നു ഒരാൾ വഴി ക്രോസ് ചെയ്യാൻ. അതെ, നമ്മൾ പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് പോന്നു. അപ്പം നമ്മളിപ്പം പോകുന്നത് നേരെ സേലത്തിനാണ് പോകുന്നത്. വണ്ടി ലോഡ് കയറ്റി ആകാശ് സേലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമ്മളെ സേലത്ത് ചെല്ലുമ്പോഴത്തേനും നേരം വെളുക്കാറാവുമല്ലോ. വെളുപ്പിനെ ചെല്ലും. അപ്പം വെളുപ്പിനെ വണ്ടി എടുത്ത് ഒരൊറ്റ പിടി. ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഈ ട്രെയിലറിൻ്റെ പാപ്പാനെ തന്നെ ഏൽപ്പിച്ചു. അപ്പം എനിക്ക് ജലദോഷം കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോ, കിടന്നോ. ചെറിയ കുലുക്കമൊക്കെ, നല്ല ഉറക്കമൊന്നും നടക്കുകയല്ല. ക്ഷീണം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിക്കുന്നു. നമ്മളിപ്പോൾ അങ്കമാലിയായി. അപ്പോൾ ഇനിയിപ്പം മറ്റേ NH 544 പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം വലിയ കുലുക്കമൊന്നും കാണുകയല്ല, വഴി നല്ലതായതുകൊണ്ട്. ഏക്കല്ലേ ചേട്ടായി പറഞ്ഞ പോലെ രാത്രിയിലായതുകൊണ്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവാം. അതെ, പകല് വന്നിരുന്നെങ്കിൽ ഒത്തിരി പാടുപെട്ടെ. അതുപോലെ ഈ ട്രെയിലറുകാരെല്ലാം ഉണ്ടല്ലോ, വലിയ വണ്ടികളെല്ലാം പകൽ ഒതുക്കിയിടുകയുള്ളൂ. കേരളത്തിൽ പകൽ ഓടുകയല്ല ഇവര്, എന്നിട്ട് രാത്രിയിൽ എടുത്ത് പോവുകയുള്ളൂ. അതാ സുഖം. അതാ പെട്ടെന്ന് ഓടി എത്തുന്നത്. ലെഫ്റ്റിലേക്ക് പോകുന്ന എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളാണ് വരുന്നത്. നമ്മളിത് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകും, തൃശ്ശൂർ.
അപ്പോൾ നമ്മൾ NH544 വന്ന് കയറി. ഇനിയും സേലം വരെ ഈ ഒറ്റ ഹൈവേ ആണ്. അത് ഊണ്ട് നിൽപ്പുണ്ട് കേട്ടോ അവിടെ ഒരെണ്ണം. ഈ ട്രിപ്പേ നമ്മൾ രാജസ്ഥാൻ നമ്മൾ പോകുന്ന റൂട്ട് ഒരു 1000 കിലോമീറ്റർ എടുത്ത് രാജസ്ഥാൻ ഓടുന്നുണ്ട്. ഇഷ്ടംപോലെ ഊണ്ടിനെ കാണാം. അതെ, നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ പോയപ്പോഴേ രാജസ്ഥാനിൽ വെച്ച് ഈ പിന്നെ ഒട്ടകത്തെ കാണുള്ളൂ ഞാൻ ഓർത്തത്. മധ്യപ്രദേശ് വെച്ചാൽ ഒത്തിരി ഒട്ടകത്തിനെ കണ്ടത്. രാജസ്ഥാനിൽ കയറിയിട്ട് അത്ര തൊട്ട് കണ്ടുമില്ല. ഇല്ല, ആ ട്രിപ്പ് കണ്ടില്ല നമ്മള്. നൈറ്റ് സർവീസ് ബസ്സുകൾ ഇനിയിപ്പോൾ ഇഷ്ടം പോലെ കാണാം. എല്ലാം നൈറ്റ് സർവീസ് ബസ്സുകളാണ്, ബാംഗ്ലൂർ ബസ്സുകളാണ്. ഉണ്ടായുടെ ഒരു എക്സ്കവേറ്ററാണ് കൊണ്ടുവന്നത്. നമ്മൾ നമ്മുടെ പാലിയേക്കര ടോളിലെത്തി. ഇവിടെ ഒന്നും ഒട്ടും തിരക്കില്ല, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. വണ്ടികൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നിർത്തി ഒരു ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല വഴിയിൽ, എന്നാന്നറിയില്ല. അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് വണ്ടി എടുത്തു. ഇനി നേരെ പാലക്കാട്, മുന്നത്തി പാലക്കാട്, കോയമ്പത്തൂർ. ചെറിയ മഴയുണ്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട്, ചെറിയ ചാറ്റമഴ. കേരളത്തിലെ ഏക ടണലായ കുതിരാൻ ടണലിലേക്ക് നമ്മൾ കയറുന്നത്. അടുത്ത ടണലിലേക്ക് ഇതിലെ പാസേജൊക്കെ ഉണ്ട്. വല്ല ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വണ്ടി കടത്തി വിടാനും ഒക്കെ ആയിട്ടും പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പാസേജ് അവിടെ ഉണ്ടാക്കിയേക്കുന്നത്. 2-3 ഉണ്ട് ഇതിനിടയ്ക്ക്. ഇതിൻ്റെ ഇവിടെയോ ഉണ്ടോ പന്നിയങ്കര ടോൾ പ്ലാസ എത്തി. നമ്മുടെ ഗജരാജ് KSRTC കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ഡീസലിന് 95 രൂപ 28 പൈസ. വടക്കഞ്ചേരിയാണ്. മെയിൻ ഡ്രൈവർ നല്ല ഉറക്കമായിരുന്നു. പിന്നെ പമ്പി വന്ന് ഡീസൽ അടിച്ചപ്പോൾ ഒന്ന് ഏറ്റവും മുള്ളിയേച്ച് വീണ്ടും കിടന്നു. അപ്പോൾ ഇനി ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോകും. നമ്മളത് കോയമ്പത്തൂർ എത്തി. 2 മണിയായപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ചോറങ്ങി. ഇപ്പോൾ അത് 6 മണിയായി. സേലത്തിന് 144 കിലോമീറ്റർ ഇവിടെ വന്നു. വെളുപ്പിനെ സേലം ചെല്ലാന്നാണ് ഓർത്തത്. പക്ഷേ 2 മണിയായപ്പോഴത്തേനും എല്ലാവർക്കും ഉറക്കം വന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഉറങ്ങി. കാവേരി നദിയത്, അവിടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. കാവേരിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ. രാവിലെ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ 66-ൻ്റെ അടുത്തോട്ടങ്ങ് പോവാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ സേലമൊക്കെ എടുക്കാറാവുന്നുള്ളൂ. ഇനി ഒരു 50 കിലോമീറ്ററും കൂടെ ഉണ്ട് സേലത്തിന്. നമ്മൾ നേരത്തെ ചെല്ലേണ്ടതായിരുന്നു. രാവിലെ നമ്മൾ സേലം ചെല്ലേണ്ടതായിരുന്നു. അതെ, നമ്മുടെ പാപ്പാൻ ഉറക്കം വന്നതുകൊണ്ട് ആ വഴി കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. कल 2 बजे तक मिल्लू ने गाड़ी चलाया था, लेकिन उसको नींद आया, इसलिए सो गया था कोयम्बത്തൂർ में. 2 മണിയായപ്പോഴേ കാര്യം ഞാൻ ഉണർന്നായിരുന്നു. ഞാൻ ഓർത്തെന്നാ ഞാനവിടുത്തെ ഓടിക്കട്ടെ. ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോ എടുത്ത് നടക്കില്ല. അതുകൊണ്ടെന്നാ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞു. ആകാശപ്രോ നോക്കി ഇരുന്നിരുന്ന് മടുത്ത് കാണുമല്ലോ. ആകാശപ്രോ ഉണ്ടല്ലോ, ഞാൻ ആകാശപ്രോയോട് ഉറങ്ങി മടുത്ത്. അതെ അതെ, ഞാൻ അവനോട് പറഞ്ഞ ബസ്സിനാ ഞങ്ങൾ വരുന്നത് 4 മണിയാകുമ്പോ എത്തുമെന്ന് പറഞ്ഞേ. 4:30 ആയപ്പം വിളിച്ച്. അപ്പൊ അവന് ഉറക്കമൊന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ 3-4 പ്രാവശ്യം വിളിച്ചാലേ ഫോൺ എടുക്കത്തുള്ളൂ, രാവിലെയൊക്കെ വിളിച്ചാലേ. ഉറങ്ങി മടുത്ത് കാണും. അതെ, അപ്പൊ 4:30 ആയപ്പം വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ എവിടെ ഞാൻ വണ്ടി എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൂടെ കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ കോയമ്പത്തൂർ നിൽക്കുന്നേ ഉള്ളൂ, വന്നേക്കാന്ന് പറഞ്ഞു. രാവിലെ നമ്മളിവിടെ ഒരു കടയുടെ അടുത്ത് വന്ന് അവിടെ നിന്ന് ഫ്രഷായി പൂരിഭാജി നല്ല മസാല ദോശയൊക്കെ കഴിച്ചു. മെയിൻ ഡ്രൈവർ ഇന്നലെ വൈകിട്ട് അവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് അടുത്തോണ്ടാ നിർത്തിയിട്ട് കിടന്നതൊക്കെയാ. പക്ഷെ ഇതേ കിടന്ന് ഉറങ്ങാൻ വലിയ പാടാ. അത് ശരിയാ, കുലുക്കം കാരണം ഒരു രക്ഷയില്ല. അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല, ഇങ്ങനെ മയങ്ങി കിടക്കാം. അതുകൊണ്ടുകൂടെ പിന്നെ വണ്ടി നിർത്തിയിട്ട് കിടക്കാണല്ലേ കുറച്ച് ഉറങ്ങാം. അതാ പിന്നെ ഞാനും ഓർത്തെ ഉറങ്ങിയിട്ട് പോകാന്ന് ഓർത്തെ. ഞാൻ ഓർത്തില്ല, ഉടനെ ഒന്ന് ഈ ട്രെയിലറും കൊണ്ട് കുറച്ച് ദൂരം ഓടിച്ച് വരാന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ ട്രിപ്പും നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അന്നേരമൊക്കെ നമ്മൾ നിർത്തിയായിരുന്നു. അങ്ങനെ ബസ്സിന് നമ്മൾ പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, വെളുപ്പിന് ഒരു 3 മണി 4 മണിക്ക് സേലം ചെന്നാനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയം വെച്ചിട്ട്. ആ വണ്ടിയുടെ വീൽ ബെയറിങ് പോയിരുന്നു, അത് ആക്സിൽ ഒടിഞ്ഞു. ഈ ഗാലി വണ്ടി ആയതുകൊണ്ടേ ഓടിക്കാൻ നല്ല സുഖമാ. അധികം ഗീറും മാറേണ്ട കാര്യമില്ല, നല്ല വഴിയും കൂടെ അല്ലേ. ലോഡ് വണ്ടിയാണ് ഇച്ചിരി ബുദ്ധിമുട്ടാ. പിന്നെ ഇപ്പൊ ഈ വണ്ടിയെ ഈ ട്രെയിലറിന്റെ ഈ പ്രൈമൂർ ഓട്ടോമാറ്റിക് ഇറങ്ങുന്നുണ്ട്.
ആ നമ്മൾ ഇന്നാള് കണ്ടല്ലേ അവിടെ. അത് വോൾവോ അല്ല ഓട്ടോമാറ്റിക്, ഇത് ഭാരത് ബെൻസിന്റെ ഓട്ടോമാറ്റിക് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നമ്മളെ ഈ പ്രൈമോർ എടുക്കാൻ ബാംഗ്ലൂരിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മള് കണ്ടല്ലേ. ആ ശരിയാ. അന്ന് ആ വണ്ടിയുടെ ഡ്രൈവർ ഓടിച്ചു നോക്കാൻ പറഞ്ഞായിരുന്നു. ശരി, രാത്രിക്ക് ആയതുകൊണ്ട് പിന്നെ സമയമില്ലാഞ്ഞോണ്ട് പിന്നെ ഓടിക്കാൻ നിന്നില്ല. പുള്ളി ഒത്തിരി നിർബന്ധിച്ചായിരുന്നു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞായിരുന്നു. എന്നാ പറയാൻ അന്ന് ഓടിച്ചു നോക്കണ്ടേ. അതെ, ആകാശ് വിളിക്കുന്നുണ്ട്. ആണോ, എന്നാ എടുക്ക്. സ്പീക്കർ ഇടാ, അവൻ എന്നാ പറയുന്നതെന്ന് നോക്കാം. ആ എന്താ തമ്പി லேட் ஆகாது, இந்த வந்துட்டு இருக்கேன். கொஞ்சம் கொஞ்சம் லேட் ஆகும். ஆ கவரா ஏண்டா கவர் இல்லடா கயருக்கு தான்டா கவர்னு சொல்லும் தமிழ்ல, உனக்கு தெரியாதா? ஏண்டா அந்த டைம்ல கிளாஸ்ல போகலையா? அந்த கிளாஸ்ல எடா நாங்க வந்துட்டே இருக்கேன், ஒரு 1 hourல வந்துரும். சரி சரி, அப்படின்னா அப்போ முன்னாடி வரணும்ல? அப்படியா? அப்படின்னா போய் இழுத்து கட்டு. அதோட ओके ओके। मेन ड्राइवर अभी ट्रेलर चला रहे हैं। हाँ फिर हम ट्रेलर में आ रहे हैं। 18 चका പിന്നല്ലാതെ ചിന്ന വണ്ടിയൊന്നും കിടക്കല. എന്താ ഓട്ടിട്ട് இருக்க? ഓക്കെ ഓക്കെ. ആ സ്പീഡ് ബ്രേക്കറോ? അതൊന്നും കുഴപ്പമില്ല. ഇവിടുന്ന് റൈറ്റ് അങ്ങ് ചേർന്ന് പോവുക, അത് കണ്ടില്ലേ, ഒരു പാടുമില്ല. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പുറയിലത്തേം തട്ടി തെറിപ്പിച്ചോണ്ടെങ്കിൽ പോരും. അതെ അതെ, നമ്മൾ അവിടെ നിന്ന് എടുത്ത് പോന്നപ്പോഴേ അന്ത അണ്ണൻ സ്കൂട്ടർ എടുത്തിട്ട് വന്ന് എന്നാ കേട്ടെ, അണ്ണന് വഴിയുടെ നടുവ് അവിടെ കൊണ്ട് സ്കൂട്ടറും വെച്ച് ഞാനിവിടെ നിർത്തേണ്ടി വന്നത്. അണ്ണൻ വേഗം ഇറങ്ങി വന്നില്ലേ. അണ്ണൻ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പാത്തിരിക്കുന്നു പറഞ്ഞു, ആശീർവാദം ഇருக்கு എന്നൊക്കെ പറഞ്ഞു അനുഗ്രഹമൊക്കെ തന്നയച്ച്. തിരുവല്ല വണ്ടിയോ കേട്ടോ, KSRTC. ആളൊന്നും ഇല്ലല്ലോ, ഇതേ കാലി, ഒരു മനുഷ്യൻ പോലും ഇല്ലേ. ഇതന്നെ വല്ലതും ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ട് പോയായിരുന്നോ? ആരുമില്ല. தெரிஞ்சவரா? ആരുമില്ലല്ലേ. അത് വണ്ടി വല്ലതും ബ്രേക്ക് ഡൗൺ ആയിട്ട് പോവാണെന്ന് അറിയത്തില്ല. അതാ ഈ സമയത്ത് വരുന്നത്, അല്ലെങ്കിൽ വെളുപ്പിനെ ചിലപ്പോൾ ബാംഗ്ലൂർ ചെല്ലേണ്ട വണ്ടിയായിരുന്നായിരിക്കും. സമയം 10 മണിയായി കേട്ടോ. അവരോട് ചോദിക്കായിരുന്നല്ലോ എന്നാ താമസം. ഈ തമിഴ്നാട്ടിൽ കൂടെ കുറെ ഓടിച്ചാൽ മതി. എന്നാന്നറിയോ, ഈ സ്പീഡ് ബ്രേക്കർ എല്ലായിടത്തും ഉണ്ട്, ബാരിക്കേഡ്. അപ്പൊ ഇതിനിടയ്ക്ക് കൂടെ ഇതൊന്നും നല്ല അകലമുണ്ട്. പോട്ടെ, പുറകോട്ട് നോക്കണം. സെറ്റായി. അത്രേ ഉള്ളൂ. സംഘഗിരി ആയത്, സംഘഗിരി അങ്ങോട്ടല്ലേ പോന്നെ? ആ ബൈപ്പാസ്. നമ്മൾ പറയുമ്പം ശങ്കരി എന്ന് പറയും. അതെ, ശങ്കരിന്ന്. ഈ വണ്ടിയെല്ലാം ടെസ്റ്റിങ്ങിന് കിടക്കുന്ന കേട്ടോ. അതാ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് കിടക്കുന്ന എല്ലാവരും സുന്ദരന്മാരായിട്ട്. അതുണ്ട്, ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സ്ഥലം. സേലം ടോൾവേസ് ലിമിറ്റഡ്, സേലം കുമരവാളയം ടോൾ റോഡ്. ഇവിടെ 425 രൂപ. നമ്മുടെ സ്വിഫ്റ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്, വേണേൽ ചോദിക്കാം എന്നാ പറ്റി. കാലി ആളില്ലാതെ വരുന്നതിനാണ്. അതായത് പാലക്കാട് കോയമ്പത്തൂരും ഉണ്ട്. നിങ്ങൾ തന്നെ ഈ പിന്നെ ആളെ ഒന്നും കയറ്റാതെ പോകുന്നത്? ഞങ്ങൾ ഇന്നലെ നമ്മുടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കും. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ നാളെ എടുത്ത് പാലക്കാട് ഉണ്ട്, ആ വണ്ടിയെ കയറ്റി വിട്ടിട്ട് വീണ്ടും ഇന്ന് റിസർവേഷൻ ഉണ്ട്. അപ്പം വണ്ടി ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പോകാം, ബാംഗ്ലൂർക്ക് പോവാം. ഞങ്ങൾ ഓർത്ത് നിങ്ങൾ തന്നെ ആളൊന്നും ഇല്ലാതെ കാലിയായിട്ട് പോകുന്ന ഇനി വണ്ടി വണ്ടി വൈകിട്ട് ഫുള്ളാ റിസർവേഷൻ. അതാ ഞങ്ങൾ സ്ലോ ചെയ്ത്. വീടെവിടെ? രണ്ടുപേരെ തിരുവല്ല. രണ്ടുപേരും അവിടെ തന്നെ. പേരെങ്ങനെ? രണ്ടുപേരും. സുനില്, വിജീഷ്.
തിരുവല്ല ഡിപ്പോയില്ല. തിരുവല്ലയില് ഞങ്ങള് 3 പേരേ ഉള്ളൂ. നമ്മള് 66 ഇവിടെ ലോഡ് കയറ്റി കിടപ്പുണ്ട്. കാശ്മീർ പോവാ ഞങ്ങള്. അപ്പൊ ഞങ്ങള് ഇത് ഈ വണ്ടി ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതേ കയറി പോന്ന ഇപ്പൊ വണ്ടി എടുത്തേന്ന് അതും എടുത്തങ്ങ് പോകും. ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തു പോകുന്നോണ്ട്. ചേച്ചി നമ്മള് കോട്ടയത്തെ പരിപാടി ഉണ്ടായിരുന്നല്ലേ? എനിക്ക് കണ്ടിട്ടുള്ള പോലെ തോന്നി. കാപ്പി കുടിച്ചോ? വൈകുന്നേരം ചെന്നാ മതിയോ? അപ്പൊ അതൊക്കെ അങ്ങ് പോയാ അതന്നെ. ഇപ്പൊ അവിടെ ചെന്ന് ഈ ദസറ ആയതുകൊണ്ട് 12,000 വണ്ടി ഇപ്പൊ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? അപ്പൊ നമുക്ക് അവിടെ പാർക്കിംഗ് ഇല്ല, പീനിയാക്കി പോകണം. അപ്പൊ ഞങ്ങൾ ആ സമയം അവിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ആളിനെ എടുത്തേക്ക് പോരുന്ന അതിന് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. ശരി എന്നാ. ശരി, ഓക്കെ. 16 വീലല്ലേ വലിയ വണ്ടി കണ്ടു നോക്കിയതാ. अरे अरे फोटो निकलो उसका फोन है फोटो 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 खींचो ना उसको. ആ ചേച്ചി പോലെ തോന്നുന്നത് ആണ്. വണ്ടി പുത്തൂട്ടൊന്നും വണ്ടി ഇല്ല, നെയിമില്ലല്ലോ. ഞാൻ മേൽ നമ്പർ വലിയ നെയിം ബോർഡ് ഇല്ലല്ലോ ഇതല്ല, അതുകൊണ്ട്. ഈ വണ്ടി ആയോണ്ട് അണ്ണന്റെ പേരെന്നാ? മാരിമുത്ത് ചേച്ചി. മാരിമുത്ത്. ലാസ്റ്റ് ഏത് വീഡിയോ കണ്ടായിരുന്നത്? ഒരു തമിഴ്നാട് വണ്ടിയിലെ ചിക്കൻ കറി വാങ്ങിച്ചായിരുന്നു, ആ വീഡിയോ കണ്ടായിരുന്നു. അവരെയും പരിചയപ്പെട്ടു. അതെ, അവരെ പക്ഷെ നല്ല പരിചയം പോലെ, കണ്ടുപരിചയം പോലെ തോന്നുന്നു. നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും തിരുവല്ലക്കാരൻ. ഒരാള് നമ്മുടെ KDF പരിപാടിക്ക് പോയപ്പോ ഉണ്ടായിരുന്നു. ആണോ? കട്ടി ഗിയറിന് ഇച്ചിരി കട്ടിയുണ്ട്. സേലം 25 കിലോമീറ്റർ. അതുണ്ടോ ഓല പിന്നെ മെടയുന്ന ഇടില്. പിന്നെ ഞാൻ എടുത്ത വീഡിയോയും ചേട്ടായി എടുത്ത വീഡിയോയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. എത്രയാണ് ഞാൻ എടുത്തേക്കുന്നു? തിരിച്ചറിയാനൊക്കെ പറ്റും. ആർക്ക് പറ്റും? ചിലതെന്നാ കുഴപ്പമില്ല, ചിലത് അതങ്ങനെയാ. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവത്തില്ല. ചിലപ്പോ ശരിയായാ പോരല്ലോ. എപ്പോഴും ശരിയാവണം. അതങ്ങനെ പഠിക്കുന്നത്. മടിയല്ലേ എടുക്കാൻ. സേലത്തൊക്കെ നല്ല മഴയായിരുന്നു പറഞ്ഞേ. അതുകൊണ്ടോ? മലയിലോട്ടൊക്കെ മൂടൽ മഞ്ഞ. അതെ, അപ്പുറം എവിടെയെങ്കിലും നിർത്തും, ഞാൻ ഓടിക്കാം. നിർത്താ ഇട കാണട്ടെ. ഞാനിവിടെ കുറച്ച് ഓടിക്കട്ടെ. നല്ല ഇട വേണ്ടേ നിർത്തണമെങ്കിൽ? അത് വേണം. എവിടെയെങ്കിലും നിർത്ത്. പ്രതീക്ഷിക്കാത്തൊരു ട്രെയിലർ യാത്ര. അതെ അതെ. ഇനി ഓരോ ട്രിപ്പിനും വഴിയിൽ കാണാൻ മിക്കവാറും ഈ വണ്ടി. നേരെ ഓടിക്കാം, ശരിയാ, ലോഡ് വെച്ച് ഓടിക്കാം. അന്നപൂർണ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, സേലം, തമിഴ്നാട്. ഇതുപോലെ കുറേ ദൂരം ഓടിച്ചാൽ ട്രെയിലർ ഓടിക്കാൻ പെട്ടെന്ന് പ്രാക്ടീസ്. കുറച്ചു നേരം ഓടിച്ചോട്ടോ. ഞാൻ ഓടിച്ചോളാം. കുറെ ഓടിച്ചില്ലോ അധികം. ഇന്നലെ കുറച്ചു നേരം ഓടിച്ചോളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടൂല്ലോന്നേ. ഓടിക്കാം. ഇനി ഇതേലും ഒരു ട്രിപ്പ് അങ്ങ് പോയേക്കാം. അത് വേണോ? ഗിയർ മാറി മാറി എൻ്റെ പണി തീരുമെന്നാ. ഇതേലും ഒരു ട്രിപ്പ് അങ്ങ് പോയേക്കാം. വേണേ ഗിയർ മാറുന്നത് തന്നെയല്ല, കുലുക്കം. അത് ലോഡ് കയറ്റി എത്രയും കുലുക്കം കാണുകയല്ല. 1008 ശിവലിംഗമുള്ള അമ്പലമാ കാണുന്നത്, മേളിൽ കാണുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ പോകാൻ പറ്റിയില്ല. എപ്പോഴേലും പോവാം. അതെല്ലാം ശിവലിംഗം അല്ലേ? അതെല്ലാം അതെ. ആ മലയിലോട്ട് നോക്കി ഒരുപാടുണ്ട്. സേലത്തിനൊരു 8 കിലോമീറ്റർ പുറകിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. വണ്ടി കുലുക്കാതൊക്കെ ഓടിച്ചാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ കുലുക്കാതെ ഓടിക്കണ വഴിയും കൂടെ അതുപോലെ ആയിരിക്കണം. താഴെ കൂടെ ഒരു ചെറിയ നദിയാണ് ഒഴുകുന്നത്. പക്ഷെ എല്ലാം അഴുക്കുള്ള കേട്ടോ. അത് ഫാക്ടറിയിലെ വെള്ളമാണെന്ന് തോന്നുന്നു. പതഞ്ഞു പോകുന്നു. ഇത് നേരെ പോകുന്നത് നമുക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങി വേണം പോകാൻ. അപ്പോൾ 544 ഇവിടെ കൊണ്ട് തീരുക. ഇനി നമ്മൾ 44ലേക്ക് കയറും. അപ്പോൾ ഇതേ നമ്മൾ വന്ന് NH 44ലേക്ക് കയറുക. ഈ താഴെ കൂടെ വരുന്ന NH 44 മധുരയിൽ നിന്നൊക്കെ വരുന്ന വഴിയാണ്. മധുരയിൽ നിന്നല്ല, കന്യാകുമാരിയിൽ നിന്ന് വരുന്ന കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ആണിത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിലും പോകാം കാശ്മീരിലേക്ക്. നമുക്ക് വഴി മാറി മാറി പോവാം. നമ്മൾ വേറെ റൂട്ടിനാണ് പോകുന്നത്. കുറച്ച് ദൂരം ഈ ഹൈവേ കൂടെ പോകും. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് മാറും. പിന്നെയും കുറേ അങ്ങ് ചെല്ലുമ്പം ലാസ്റ്റ് ചെല്ലുമ്പം ഈ 44 കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും 44 തന്നെ കയറും. അതെ. നമ്മൾ സേലം എത്തി. അപ്പോൾ ഈ സേലം കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഒരു ടോൾ ബൂത്തിലായിട്ടേക്കുന്നത്. സേലം സിറ്റി ലെഫ്റ്റിലേക്ക്, ഒക്കനക്കൽ 89, ഒസൂർ 162, ബാംഗ്ലൂർ 202. ഇത് ഈ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സേലത്തെ ട്രാഫിക് ജാം ഇല്ല. സിറ്റിക്ക് മുകളിൽ കൂടെ ഈ ഫ്ലൈ ഓവർ കിടക്കുന്നത്.
ഈ നമ്മളീ പോകുന്നത് ടൗണിൻ്റെ ഭാഗം തന്നെയാണ്. ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് നമ്മൾ മുകളിൽ കൂടെ പോകുന്നുള്ളൂ. അപ്പുറം ഒരു നീളം കൂടിയ ഫ്ലൈ ഓവറുണ്ട്, ധർമ്മപുരി ഒസൂർ ഹൈദരാബാദ്. ഇതൊരു വലിയ ഫ്ലൈ ഓവറാണ്, ഇതിനടിയിൽ ടൗണാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് റൈറ്റിലേക്കാണ് ഏർക്കാട് പോകുന്നത്. അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, ഹിൽ സ്റ്റേഷനാണ്. സേലത്ത് ചൂടാണെങ്കിലും നമ്മളവിടെ ചെല്ലുമ്പോൾ നല്ല ഏർക്കാട് ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ആ, കുറച്ച് ദൂരമേ ഉള്ളൂ, 30 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. ഒരു മലയുടെ മുകളിലാണ് ഈ ഏർക്കാട്. നല്ല തണുപ്പുള്ള സ്ഥലമാണ്, മഞ്ഞും മഴയൊക്കെ. ആ മലയുടെ മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടോ? ആ, ലെഫ്റ്റിലേക്ക് സ്റ്റീൽ പ്ലാന്റ്, സേലം സ്റ്റീൽ പ്ലാന്റ്. മിക്കവാറും അവിടെ നിന്നായിരിക്കും ഈ വണ്ടിക്ക് ലോഡും. കൃഷ്ണഗിരി മുംബൈ ഒക്കെ നേരെ. ഒസൂർ കോവൈ സേലം എക്സ്പ്രസ്. കോവൈ കോയമ്പത്തൂരാണ് കേട്ടോ. സേലം സ്റ്റീൽ പ്ലാന്റിലേക്കുള്ള വഴിയത്. അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് തിരക്ക്. അപ്പോൾ നമ്മൾ ട്രെയിലറേൽ സേലത്തെത്തി. അപ്പോൾ നമ്മുടെ വണ്ടി 66 അപ്പുറത്ത് കുറച്ച് അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോകാം. ഓക്കെ മില്ലു, തും ലോഡ് കറക്കെ ആജോ. ഓക്കെ ബൈ. അപ്പോൾ ഇനി 66 കാശ്മീരിലേക്കുള്ള യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം.